കാത്തലിക് സഭയുടെ ഈ ചില ഉദ്ഘാടനമൊക്കെ നടക്കും തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെ. പ്രധാനമന്ത്രി ചില ആൾക്കാർ ആദ്യം പറയുന്ന കാത്തലിക് സഭ എഡ്യൂക്കേഷനും അതേപോലെ ഹെൽത്തിനും കൊടുത്ത കോൺട്രിബ്യൂഷനാണ്. ഈ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്തുവാ? ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ ഇത് ഒന്ന് തളർത്തുക. അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ മാറ്റിക്കഴിയുമ്പോൾ ഹിന്ദിയിലോട്ട് തിരിച്ചു വരും. ഈ പറഞ്ഞ പാവം പിടിച്ച ദളിതും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ് അവൻ രക്ഷപ്പെടത്തില്ല. അവൻ്റെ മുകളിൽ കയറി കളിക്കാം. അതായത് ഇവർക്ക് അറിയാവുന്ന വസ്തുതയാണ് ഇന്നത്തെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മാറുന്ന ഇന്ത്യയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഒരു 15-20 വർഷം മുമ്പ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, UP എടുത്തോ, ബീഹാർ എടുത്തോ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എടുത്ത് ഹിന്ദി ബെൽറ്റ് എടുക്കാം. ഇവിടെ ദളിത് അട്രോസിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ടേ കേസുകൾ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഈ കേസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. ഈ കൂടാനുണ്ടായ കാരണം തന്നെയാണ് ഇത് ഇഷ്യൂ. എങ്ങനെയാ ഇത് കൂടാൻ കാരണം എന്തുവാ? ഈ അറ്റാക്ക് അവനെ തെറി വിളിക്കുന്നു, അവൻ്റെ ജാതി വെച്ച് പേര് പറയുന്നു, അവൻ നേരെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക. കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന IPC അനുസരിച്ച് കേസെടുത്തേ മതിയാവത്തുള്ളൂ. ഈ തെളിവ് ഉൾപ്പെടെയാണ് പോകുന്നത്. നേരത്തെ ഈ പാവം പിടിച്ച ദളിറ്റ്സിനോ ആദിവാസികൾക്കും പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഭയമാണ്. കാരണം ഇരിക്കുന്ന എല്ലാം അപ്പർ കാസ്റ്റാണ്. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അപ്പർ കാസ്റ്റാണ്. ഈ കംപ്ലൈൻറ്റ് വരുമ്പോഴേ എടുത്ത് ദൂരെ കളയും. പക്ഷെ ഉണ്ടായ മാറ്റം അതാണ് ഞാൻ പറയും, ഇന്ത്യ മാറുന്നു. ഈ പറയുന്ന ആദിവാസികളും ദളിറ്റ്സും എല്ലാം ഈ പോലീസ് സർവീസ് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. റിസർവേഷനോടുകൂടി പല കീ പൊസിഷനിലോട്ട് മാറാൻ തുടങ്ങി. IPS കിട്ടാൻ തുടങ്ങി, IAS കിട്ടാൻ തുടങ്ങി. എനിക്ക് 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു. UP അവിടെ സീനിയർ IPS ഓഫീസർ അയാൾ ദളിത് എന്ന രീതിയിൽ വളരെ മോശമായിട്ട് പരാമർശിച്ച് അതിന് സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഹരിയാന കേഡറിലുള്ളൊരു ഉദ്യോഗസ്ഥൻ സീനിയർ IPS ഓഫീസറാണ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അപ്പം ഇതൊക്കെ ജനങ്ങളുടെ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് മാറ്റർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായ ഒരു മാറ്റം, അതായത് അവർ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ ചലഞ്ച് ചെയ്യാനുള്ള ബലവും ശക്തിയും പ്രാപ്തിയും കേപ്പബിലിറ്റിയും കിട്ടിയത് എഡ്യൂക്കേഷനിൽ കൂടെയാണ്. ആ ഒരു വരവാണ് പ്രശ്നം. അതിനുശേഷം അവർ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ അതിൻ്റെ അകത്തൊരു ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞ് അങ്ങ് വർദ്ധിച്ചു. പിന്നീടാണ് സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറുന്നത്. ഇവരെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി.